അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5 പേർ ചികിത്സയിൽ. ഇതിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമാണ്. ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വിവരങ്ങളുമായി അബിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അബിന, വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 5 പേർ കൂടി ചികിത്സയിലായിട്ടുണ്ട്. ഇതിൽ 3 മാസം പ്രായമായ കുഞ്ഞിന്റെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രേണുക, ഇതിൽ നിലവിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലുള്ള ആളുകളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 5 പേരെന്ന് പറയുന്നത് മലപ്പുറം സ്വദേശികളായ, നേരത്തെ മലപ്പുറം ചേളാരി സ്വദേശി ഒരാൾ, ഒരു 11 വയസ്സുള്ള ഒരു പെൺകുട്ടി നേരത്തെ തന്നെ ചികിത്സയ്ക്ക് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ്, അതായത് കഴിഞ്ഞ ദിവസമാണ് 49 വയസ്സുള്ള യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ അന്നശ്ശേരിയിൽ 38 വയസ്സുള്ള ആളും, അതോടൊപ്പം തന്നെ താമരശ്ശേരിയിൽ അയനയുടെ സഹോദരൻ, നമുക്കറിയാം താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള 9 വയസ്സുകാരി നേരത്തെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അയനയുടെ സഹോദരനും ഇപ്പോൾ ഈ ഒരു രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഓമശ്ശേരിയിലെ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കിണർ, അതുപോലെ തന്നെ കുളം എന്നീ ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 9 വയസ്സ് പ്രായമായ കുഞ്ഞിന് ഈ കിണറിൽ നിന്നാണ് ഈ ഒരു രോഗം, കിണറിലെ വെള്ളത്തിൽ നിന്നാണ് ഈ ഒരു രോഗം ബാധിച്ചത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നിലവിൽ കിണർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഊർജിതമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ജലസ്രോതസ്സുകളെല്ലാം തന്നെ ക്ലോറിനേഷൻ ചെയ്യാനുള്ള എല്ലാ നടപടികളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ദേവിക. ശരി അബിന, വ്യക്തമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും കോഴിക്കോട് ബാധിച്ചിരിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5 പേർ ചികിത്സയിൽ. ഇതിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. എന്തായാലും ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പും ഇപ്പോൾ രംഗത്തുണ്ട്. അവരും ശ്രമിക്കുന്നുണ്ട്. കുളങ്ങളും കിണറുകളും കേന്ദ്രീകരിച്ച് ശുചീകരണം നടത്താനും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തടയാനുള്ള പ്രതിവിധികൾ തേടുന്നുമുണ്ട് ആരോഗ്യവകുപ്പ്. വിവരങ്ങൾ പങ്കുവച്ചത് അബിന പി ചിറക്കലാണ്.